ശുഭമേ അകലെയിരിക്കരുതേ നീ. ആരുമരക്ഷകൻ തിരുവടി തുടർന്നിടുക നിരന്തരമേ ശുഭമേ. ആരുമരക്ഷകൻ തിരുവടി തുടർന്നിടുക നിരന്തരമേ ശുഭമേ. വിശുദ്ധ വേദപുസ്തക ഭാഗം യോശുവ 14 അധ്യായം 1 മുതൽ 15 വരെ. യോശുവ 14 അധ്യായം 1 മുതൽ 15 വരെ. കനാൻ ദേശത്ത് ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി ലഭിച്ച ദേശങ്ങൾ ആണിത്. പുരോഹിതനായ എലിയാസാരും നൂന്റെ മകനായ യോശുവയും ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരിൽ തലവന്മാരും അവർക്ക് വിഭാഗിച്ചു കൊടുത്തു. യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ 9 ഗോത്രങ്ങൾക്കും ചീട്ടിട്ടായിരുന്നു അവകാശം വിഭാഗിച്ചു കൊടുത്തത്. 2 ഗോത്രങ്ങൾക്ക് മോശ യോർദാനക്കരെ അവകാശം കൊടുത്തു. ലേവ്യർക്കോ അവരുടെ ഇടയിൽ ഒരു അവകാശം കൊടുത്തില്ല. യോസേഫിന്റെ മകനായി മനശ്ശെ, എഫ്രൈം എന്ന് 2 ഗോത്രമായിരുന്നു. ലേവ്യർക്കും പാർക്കുവാൻ പട്ടണങ്ങളും അവരുടെ കന്നുകാലികൾക്ക് മൃഗസമ്പത്തിനും വേണ്ടി പുൽപ്പുറങ്ങളും അല്ലാതെ ദേശത്തിന് ഓഹരിയൊന്നും കൊടുത്തില്ല. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ അനുസരിച്ച് ദേശം വിഭാഗിച്ചു. അനന്തരം യഹൂദ മക്കൾ ഗിൽഗാലിൽ യഹോവയുടെ അടുക്കൽ വന്നു. കെനിസ്യനായ യെഫൂനെയുടെ മകൻ കാലേബ് അവനോട് പറഞ്ഞത്, യഹോവ എന്നെയും നിന്നെക്കുറിച്ച് ദേവപുരുഷനായ മോശയോട് കാദേശ് ബർത്തനയിൽ വെച്ച് പറഞ്ഞ കാര്യം അറിയുന്നുവല്ലോ. യഹോവയുടെ ദാസനായ മോശെ കാദേശ് ബർത്തനയിൽ നിന്ന് ദേശത്ത് ഒറ്റുനോക്കുവാൻ എന്നെ അയച്ചപ്പോൾ എനിക്ക് 40 വയസ്സായിരുന്നു. ഞാൻ അന്ന് വന്ന് എൻ്റെ മനോബോധ പ്രകാരം അവരോട് മറുപടി പറഞ്ഞു. എന്നോടുകൂടെ പോന്നിരുന്ന യഹോവ ഭക്തന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുക്കുമാറാക്കി. ഞാനോ എൻ്റെ ഹൃദയം ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റിയിരിക്കുന്നു. നീ എൻ്റെ ദൈവമായ യഹോവ പൂർണ്ണമായി പറ്റിയിരുന്നത് കൊണ്ട് നീ കാൽവച്ച ദേശം നിനക്ക് നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്ന് മോശ അന്ന് സത്യം ചെയ്തു പറഞ്ഞു. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചിരുന്നത് മുതൽ ഈ 45 സംവത്സരത്തോളവും ഇതാ ഞാൻ അരുളി ചെയ്ത് പോലെ ജീവനോടെ വച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ച നാൾ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ആകയാൽ യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക. അനാക്യർ അവിടെ ഉണ്ടെന്ന് പട്ടണങ്ങൾക്കും വലിപ്പവും ഉറപ്പും ഉള്ളവ എന്നും നീ അന്ന് കേട്ടിട്ട് ഉണ്ടല്ലോ. യഹോവ എന്നോടുകൂടെ ഉണ്ടെങ്കിൽ ഞാൻ അരുളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. അപ്പോൾ യോശുവ അവനെ അനുഗ്രഹിച്ചു. ഹെബ്രോൻ മല യെഫൂനയുടെ മകനായ കാലേബിന്റെ അവകാശമായി കൊടുത്തു. അങ്ങനെ ഹെബ്രോൻ ഇന്ന് വരെ കെനിസ്യനായ യെഫൂനയുടെ മകൻ കാലേബിന്റെ അവകാശമായിരിക്കുന്നു. അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണമായി പറ്റിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഹെബ്രോൻ പണ്ട് കീരിയത് അർബ എന്ന് പേരായിരുന്നു. അർബ എന്നവൻ അനാക്യരിൽ വെച്ച് അതിമഹാനായിരുന്നു. അങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥത വന്നു. ഇവിടെ ഇവ വിശുദ്ധ വേദഭാഗം വായിച്ച് അവസാനിപ്പിക്കുന്നു. പകൽ നോക്കുക തിരുപാദം മംഗളമാർഗമിതേ. വസിക്ക നിരാപകൽ